അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ മരുന്ന് വിതരണത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നതായി പരാതി. ആരോഗ്യവകുപ്പിൽ നിന്നും ആവശ്യമായ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തന്നെ പറയുന്നത്. സാമ്പത്തിക പരിധിയില്ലാതെ മരുന്നും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ആവശ്യം. ഡോക്ടർ സ്പെഷ്യൽ കാണാം. കഴിഞ്ഞ 13 വർഷമായി സംസ്ഥാനത്ത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ തുടരുന്നുണ്ട്. 389 മരണാനന്തര അവയവദാനമാണ് ഇതുവരെ സംസ്ഥാനത്തു നടന്നത്. ഇതിൽ 1120 ഗുണഭോക്താക്കളുമുണ്ട്. ഇതുകൂടാതെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വ്യാപകമായി തുടരുന്നുണ്ട്. അവയവങ്ങൾ ദാനം ചെയ്തവർക്കും സ്വീകരിച്ചവർക്കും സർക്കാർ നൽകുന്ന സൗജന്യ മരുന്നിന്റെ വിതരണത്തിലാണ് ഗുണഭോക്താക്കൾ പാളിച്ചകൾ ആരോപിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വഴിയും നഗരസഭ വഴിയും നടന്നുവന്ന സൗജന്യ മരുന്നുകളുടെ വിതരണത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. സർക്കാരിൻ്റെ വകുപ്പുകൾ തന്നെയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് വേണ്ടതായ മതിയായ ഉള്ള സപ്പോർട്ട് കിട്ടുന്നില്ല. അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി 2-3 ദിവസം കയറി ഇറങ്ങിയിരുന്നാലും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. സഹായം ചെയ്യേണ്ടവർ അവർ നമ്മൾ മുമ്പ് കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ വേറെ രീതിയിൽ ലഭ്യമാക്കുന്നു അവരുടെ ഇതുകൊണ്ടെന്നുള്ള, അല്ലെങ്കിൽ തരുന്നതിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് രൂപയാണ് അവയവമാറ്റം നടത്തിയവർ ഒരു മാസം മരുന്നിന് മാത്രമായി ചെലവഴിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങൾക്ക് ജോലിയിലും പഠനത്തിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും അവയവം ദാനം ചെയ്തവരുടെയും സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ നേരിൽ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. അതേസമയം മുൻകാലങ്ങളിൽ തുടർന്നു വന്നതുപോലെ മരുന്നുകൾ വീടുകളിലെത്തിക്കുന്നത് പുനഃസ്ഥാപിക്കണമെന്നും ഇവർ പറയുന്നു. ദുർബല വിഭാഗക്കാരായ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അവയവമാറ്റ ശസ്ത്രക്രിയകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അവയവമാറ്റത്തിന് വിധേയരാകുന്നവരുടെയും അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെയും സംരക്ഷണത്തിനു കൂടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുകയാണ്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചില പ്രതികരണങ്ങൾ കാണാം. കോർപ്പറേഷൻ 1 ലക്ഷം രൂപ വാർഷിക വരുമാനം, ജില്ലാ പഞ്ചായത്ത് 3 ലക്ഷം രൂപ വാർഷിക വരുമാനമാണ് പറയുന്നത്. ഒരു മാസം 15,000 മുതൽ 25,000 രൂപ വരെ ഈ മരുന്ന് ചെലവിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരാണ് ചിലവാകും. അവർക്ക് വരുമാന പരിധി ഇല്ലാതെ തന്നെ ഇതൊരു റിസർവിങ് കമ്മ്യൂണിറ്റിയാണ് എന്ന് ഒരു പരിഗണിക്കണമെന്നാണ്. ഇത്തരത്തിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നവർ, ഓർഗൻ റിസീവ് ചെയ്യുന്നവർക്ക് തുടർന്നുള്ള കാലങ്ങളിൽ പഠന മേഖലയാണ് കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു ഗ്രേസ് മാർക്ക്, അതുപോലെ ജോലിക്കാണെങ്കിൽ അവർക്കൊരു ഗ്രേസ് മാർഗോ മറ്റൊരു റിസർവേഷൻ എന്തെങ്കിലും കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഓർഗൻ ഡൊണേഷൻ ആളുകൾ മുമ്പോട്ട് വരും. പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പാവപ്പെട്ടവർക്കാണ് പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താം. അവർക്ക് പലവർക്കും അത് കിട്ടുന്നില്ല എന്നാണ് അറിവുള്ളത്. അവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ സർജറിക്കോ അല്ലെങ്കിൽ അതുമായി ടെസ്റ്റോ കിട്ടത്തില്ല. അപ്പം സർക്കാർ അങ്ങനെയുള്ള ഒരു പദ്ധതി കൂടി ഈ പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ 2015 എൻ്റെ ലിവറിൻ്റെ പകുതി ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 2018 2 കിഡ്നി നഷ്ടപ്പെട്ടു. വീണ്ടും ഞാനൊരു കിഡ്നി കൂടെ സഹോദരന് കൊടുത്തു. അത് 4 വർഷം വരെ ജീവിച്ചു. പിന്നീടായപ്പോൾ ഡയാലിസിസ് ചെയ്ത് 1.5 വർഷമായി മരണപ്പെട്ട്. എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് എനിക്കൊരു പെൻഷനെങ്കിലും എനിക്ക് തന്ന് എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് മക്കളില്ല. മക്കളൊന്നും എനിക്ക് തരാനായിട്ട് വേറെ ആരുമില്ല. സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരൻ നഷ്ടപ്പെട്ട്. ഇപ്പം അന്വേഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രജിത്ത് നൽകും. രജിത്ത്, അവരുടെ ആ ഒരു ആശങ്ക, അതായത് അവയവം ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവയവം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിൻ്റെ ആഴം നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നു. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. സർക്കാർ അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? വിവരങ്ങൾ. ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരളയാണ് ഇപ്പോൾ ഈ അവയവം മാറ്റിവെക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അവയവം നൽകുന്ന ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ കൂടുതലായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നൽകുന്ന സഹായം അത് വേണ്ട രീതിയിൽ അവരിലേക്ക് എത്തുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വളരെ ചുരുക്കം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ആ സഹായം എത്തുന്നത്, ഒതുങ്ങി നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വഴിയോ ഇല്ലെങ്കിൽ നഗരസഭ വഴിയോ നേരിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചിരുന്ന സഹായം പോലും ഇപ്പോൾ അവർ നേരിട്ടെത്തി പേപ്പറുകൾ തയ്യാറാക്കി കൈമാറിയെങ്കിൽ മാത്രമേ
അവർക്ക് അനുവദിച്ച് നൽകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ ഈ രോഗികൾ നേരിട്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾ ഈ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ശേഷം അവിടേക്ക് എത്തി വീണ്ടും ഇത്തരത്തിൽ സമ്മതപത്രമൊക്കെ എഴുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അവർ പ്രധാനമായും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ രീതിയിൽ തന്നെ ഓർഗൻ മാറ്റിവെച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്നു. വളരെ കുറച്ച് മാത്രം ആളുകളാണ് ഇത്തരം ഓർഗൻ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഓർഗൻ നൽകുകയോ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം എന്ന രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സംവരണം ഏർപ്പെടുത്തണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഇവർ പ്രധാനമായും പറയുന്നത് ഈ ഓർഗൻ ഇപ്പോൾ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഏകദേശം അത് സർക്കാർ കണക്കുകൾ പ്രകാരം തന്നെയാണെങ്കിൽ 1000-ലധികം ആളുകൾ ഇപ്പോഴും ഓർഗൻ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അത്തരമുള്ള ആളുകൾക്ക് ഓർഗൻ ലഭിക്കുന്നതിന് വേണ്ട സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് കൂടുതലായിട്ട് ആളുകളെ ബോധവൽക്കരിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ആവശ്യങ്ങൾ പലപ്പോഴായി സർക്കാർ തലത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന കാര്യം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനുവേണ്ടി സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ഉള്ളത്. മറ്റൊരു കേസ് ഓട്ടോ വഴി സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇവ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ മന്ത്രി അറിയിച്ചിരുന്നുവെങ്കിൽ തന്നെയും അവ താമസിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണം. ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഈ രോഗം വന്ന അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷമുള്ള ആളുകൾ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കാൻ കൂടി സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും മന്ത്രിയെ ഉൾപ്പെടെ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇവർ. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അവർക്ക് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെ ടോപ് 10 പ്രതീക്ഷിക്കുകയാണ്.